വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുറുമയാണ്. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനായി 750 ഗ്രാം ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നന്നായി വാഷ് ചെയ്ത് ഒരു കുക്കറിനകത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിരിക്കുന്ന ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു കൈപ്പിടി നിറയെ ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് നെടുകെ കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള സ്ലൈസ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാലയും ഉപ്പും എല്ലാം ബീഫിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബീഫിൽ നിന്നും കുക്കാവുന്ന സമയത്ത് ധാരാളം വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ കുക്കർ അടച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി മാറ്റി കൊടുക്കുകയാണ് അടുപ്പിലേക്ക്. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കഴിയുന്നതും ബീഫ് ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. അതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നീട് ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു കുടം വെളുത്തുള്ളിയും ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ഒന്ന് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് സ്ലൈസ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 6 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 6 പച്ചമുളക് ചേർത്തിരിക്കുന്നത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ്. ഈ സമയത്ത് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് സവാള ഒന്നുകൂടെ വഴന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവാളയെല്ലാം ആവശ്യത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഒന്നൊന്നായി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇവ വഴറ്റിയെടുക്കാൻ. മസാലയുടെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തക്കാളി ഒന്ന് വഴന്ന് കിട്ടുന്ന സമയം വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം ആവശ്യത്തിനൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പച്ച പെരുംജീരകം മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പെരുംജീരകം ഈ രീതിയിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് കിട്ടുക. അപ്പോൾ ഇവ ചേർത്തതിന് ശേഷം ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫ് നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ബീഫെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. എന്നിട്ടും ഇതിനകത്ത് ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം ഇതിനകത്തുണ്ട്. ഇത് നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്ത് അതൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാഷ്യൂ നട്ട് പേസ്റ്റ് ഈ സമയത്ത് ബീഫിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കാഷ്യൂ നട്ട്സ് പേസ്റ്റ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് 5 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കുറുമയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നീട് ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തേങ്ങാപ്പാലെല്ലാം ആവശ്യത്തിനൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് ഒരു 7-8 ചെറിയ ഉള്ളി ചെറുതായി സ്ലൈസ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ താളിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബീഫിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വിഭവങ്ങളുമായി വരുന്ന സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ചാനലിലെ പുതിയ പുതിയ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.